ഹോൾസെയിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി ഷീക്കി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയ ഷോറൂം ഇനി കടത്തനാടിന്റെ മണ്ണായ വടകരയിലും വിപുലമായ കളക്ഷൻസും വിശാലമായ ഷോപ്പിംഗ് ഏരിയയുമായി അണിഞ്ഞൊരുങ്ങുന്നു. ഷീക്കി ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം 2024 ജൂലൈ 1 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് ബഹുമാനപ്പെട്ട പാണക്കാട് സെയ്ദ് മുനവറലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുന്നു. വ്യാജ കാഫിൽ സ്ക്രീൻഷോട്ട് നിർമ്മിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പ് സൃഷ്ടിച്ച് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടകരയിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമരം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. MSF പ്രവർത്തകർ മുഹമ്മദ് കാസിമല്ല സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയതെന്ന് പോലീസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം കൊടുത്ത സാഹചര്യത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ ഉടൻ കണ്ടെത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിൽ കാണിക്കുന്ന അലംഭാവം സൂചിപ്പിക്കുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച CPM ആണ് എന്നാണ്. ഇതിന്റെ പിന്നിൽ ഗൂഢാലോചന നടത്തിയ CPM നേതാക്കളെയും ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച മുൻ MLA KK ലതികയ്ക്കെതിരെയും നിയമ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അന്ന് പോലീസോട് പറഞ്ഞു, അന്ന് നടപടി ഇരുത്തിരുന്നുവെങ്കിൽ ഈ അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന്. ഈ തെരഞ്ഞെടുപ്പിന്റെ അന്തരീക്ഷത്തെ അക്രമം നിറഞ്ഞ അന്തരീക്ഷമാക്കാൻ CPM ശ്രമിച്ചു. പിന്നീടാണുള്ള വർഗീയവൽക്കരണം. വെണ്ണപ്പാടി പെണ്ണുങ്ങൾ കഴിഞ്ഞ് ഞമ്മന്റെ പ്രയോഗം കഴിഞ്ഞിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം ഒരു കാഫിർ പ്രയോഗവുമായി വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു, അന്ന ദിവസം നിങ്ങളും ഞാനും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ അവസാന പടിയിലേക്ക് നീങ്ങുമ്പോഴാണ് ഈ സ്ക്രീൻഷോട്ട് നമ്മൾ കാണുന്നത്. ഷാഫി പറമ്പിലിന് വോട്ട് പിടിക്കാൻ വേണ്ടി വർഗീയ ധ്രുവീകരണം നടത്തുന്നു എന്ന ധ്വനി വരുത്തുന്ന ഒരു പോസ്റ്റ്. മുസ്ലിം യൂത്ത് ലീഗിന്റെ MSFന്റെ നേതാവായ മുഹമ്മദ് കാസിമിന്റെ ഫേസ്ബുക്കിലാണ് ഈ പോസ്റ്റ് വരുന്നത്. ഉടൻ തന്നെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ പാലക്കൽ അബ്ദുള്ളയും കൺവീനർ ഭാരതനാരായണൻ വേണുവും ട്രഷറർ മൂസ വക്കീലും അവിടെ പത്രസമ്മേളനം നടത്തി. അവിടെ പറഞ്ഞു, ഇതിന്റെ പ്രതികളെ കണ്ടുപിടിക്കണം. പോലീസ് അനങ്ങിയില്ല. അത് കഴിഞ്ഞ് നിങ്ങൾ ആലോചിക്കണം, ഇവിടെ വടകരയിലെ പുതിയ സ്റ്റാൻഡിൽ വന്ന് ഒരു DYFIയുടെ അഖിലേന്ത്യാ നേതാവ് നൽകി, അഖിലേന്ത്യ 7 അഖിലേന്ത്യ നിൽക്കറിയാം, ഇന്നേതൊരു ഫേസ്ബുക്ക് കണ്ടിക്ക് ദേശീയ നേതാവ് റഹീമിന് ഒന്റെ വീട്ടിൽ ഏത് ദേശത്തവന്റെ ആളുകളെ ഈ കേരളത്തിൽ ഇട്ട വട്ടത്തിലാണ്. ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പോയിസനാണ് ഷാഫി പറമ്പിൽ. അടുപ്പിച്ച് വാക്ക, എന്റെ റഹീമെ, ഒരു തവണ കൂടി അങ്ങനെ വന്ന് പ്രസംഗിക്കാനുള്ള ധൈര്യവും തന്റെ ഇടവും താങ്കൾക്കുണ്ടോ? വടകരയിൽ ചരിത്രത്തിലില്ലാത്ത ഭൂരിപക്ഷത്തിൽ വടകര ചേർന്ന് ജയിപ്പിച്ചു വിട്ട ഷാഫി പറമ്പിനെ കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാൻ വടകരയിലേക്ക് റഹീമിനെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, ഷാഫി പറമ്പിലെ പൊളിറ്റിക്കൽ പോയിഷൻ എന്ന് പറഞ്ഞ ഏറ്റവും റഹീമിന് യോജിച്ച ഏറ്റവും വലിയ പേരെന്ന് പറയുന്നത് വിഷമുള്ളൊരു കോമാളി എന്നാണ് ഈ റഹീമിന് ഇരിക്കുന്ന ഏറ്റവും വലിയ പേര്. പ്രതികളെ കണ്ടുപിടിക്കാൻ പോരാട്ടത്തിന്റെ മുഖം മാറ്റുമെന്ന് ആരുടെ വീട്ടിലേക്ക് മാർച്ച് നടത്താൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചാലും അതിന്റെ മുന്നിൽ നിങ്ങൾക്ക് പിന്തുണയുമായി ഡൽഹിയിലെ കോൺഗ്രസ് ഉണ്ടാവും. ഇതൊരു നാടിന്റെ പാരമ്പര്യത്തെ പൈതൃകത്തെ തകർത്ത പ്രശ്നമാണ്. 52 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെതിരെ രാഷ്ട്രീയ കൊലപാതകം നടത്തിയതുപോലെ ഈ മണ്ണിന്റെ മതേതരത്വത്തിന്റെ കൊലപാതകളാവാൻ ശ്രമിച്ച ആളുകളെ നമ്മൾ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും, ഒരു തർക്കവും വേണ്ട. ഇപ്പൊ ഞങ്ങൾ പോലീസോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് സൃഷ്ടിച്ചവരെ പിടിക്കാൻ സാധിച്ചില്ല, എന്തുകൊണ്ട് നിങ്ങൾ പ്രചരിപ്പിച്ചതിന് കേസെടുക്കുന്നില്ല? ആരൊക്കെയാ പ്രചരിപ്പിച്ചത്? നേരത്തെ പറഞ്ഞല്ലോ, ആദ്യം വന്നത് അമ്പാട് മുക്ക് സഖാക്കൾ. ഞാൻ ചോദിക്കട്ടെ, ഈ SP-യോടും DYSP-യോടൊക്കെ ഒരു 3-ാം കട സഖാക്കളെ ഗ്രൂപ്പിന്റെ അഡ്മിനെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ ഈ പരിപാവനമായ അശോക സ്തംഭള തൊപ്പി വെച്ച് എന്തിനാണോ നടക്കുന്നത് വടകരക്കൊടികള്? അമ്പാടി മുക്ക് സഖാക്കൾ പ്രചരിപ്പിച്ച ഒരു അഡ്മിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പോരാളി ഷാജി അങ്ങോട്ട് അടുക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞു KK ലതിക പോലീസ് പോയി വിളിച്ചു. നോക്കണം, ഒരു വ്യാജ സ്ക്രീൻഷോട്ട്. ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് R. ഷഹീൻ അധ്യക്ഷം വഹിച്ചു. KPCC സെക്രട്ടറിമാരായ VM ചന്ദ്രൻ, I. മൂസ, സത്യൻ കടിയങ്ങാട്, സുനിൽ മടപ്പള്ളി, UDF വടകര നിയോജക മണ്ഡലം ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഭാരവാഹികളായ VP ദുൽകിഫിൽ, സൂഫിയാൻ ചെറുവാടി, വൈശാൽ കല്ലാട്ട്, VM നിമേഷ്, ഭവിത്ത് മലോൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് S. സുനന്ദ്, KSU ജില്ലാ പ്രസിഡന്റ് സൂരജ്, VTC നിജിൻ എന്നിവർ സംസാരിച്ചു.